KSRTC എല്ലാ ചോർച്ചയും അടയ്ക്കുക. ഞാനിവിടെ മെല്ലിച്ചേട്ടനോട് പറയായിരുന്നു, തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ ഡെപ്പോയിലെയും അനാവശ്യമായ ഷെഡ്യൂളുകൾ റീഷെഡ്യൂൾ ചെയ്ത് കുട്ടികൾക്ക് സൗകര്യപ്രദമായ നിലയിലും ആദിവാസി മേഖലകളിലേക്കും തോട്ടം മേഖല തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ ഒരു വണ്ടി മാത്രമുള്ളത് ആ വണ്ടി നിർത്താതെ റൂട്ടുകൾ പരിഷ്കരിച്ചപ്പോൾ തന്നെ ഈ ആഴ്ച മുതൽ കൃത്യമായ കണക്ക് പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിൽ ഒരു ദിവസം 2 ലക്ഷം രൂപയുടെ ഡീസൽ ലാഭിക്കാൻ കഴിയും എന്നാണ്. തുടങ്ങിക്കഴിഞ്ഞു. ഈ ആഴ്ച കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 2 ലക്ഷം രൂപ നമുക്ക് ഒരു ദിവസം, 10 ദിവസം കഴിയുമ്പോൾ 20 ലക്ഷം രൂപയാണ് ഒരു മാസം. അതായത് KSRTCയുടെ വരുമാനത്തിന്റെ നേരെ പകുതി 50% മുകളിൽ ഓരോ ദിവസവും ഡീസലിന് വേണ്ടിയാണ് നമ്മൾ ചെലവാക്കുന്നത്. ഡീസലിന്റെ കണക്ക് ഇപ്പോൾ അറിയാം. ഇവിടുത്തെ ഡിപ്പോയിലടക്കം ഓരോ വണ്ടിയുടെയും ഡീസൽ എന്ത് മൈലേജ് ഉണ്ടെന്ന കണക്കിടുക. നമ്മൾ ഊഹ കണക്കിലാണ് പറയുന്നത്. 4 കിലോമീറ്ററിൽ കൂടുതൽ ഒരു ലിറ്ററിന് കിട്ടുന്നുണ്ടെന്നാണ് കണക്ക് പറയുന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ വന്നതിന് ശേഷം കഴിഞ്ഞ 20 ദിവസമായിട്ട് ആദ്യത്തെ 10 ദിവസം ഈ ഡിപ്പോയിലെ 10 ബസ്സുകളിലെ ഫുൾ ടാങ്ക് അടിക്കുകയാണ്. അടിച്ചിട്ട് ഡ്രൈവറുടെ പേരെഴുതി വെക്കും, വണ്ടി വിടും. പിറ്റേ ദിവസം വീണ്ടും ഫുൾ ടാങ്ക് അടിക്കും. അപ്പൊ എത്ര കിലോമീറ്റർ ഓടി? അപ്പൊ ഒരു വണ്ടിക്ക്, ഓരോ വണ്ടിക്കും KSRTC ഓരോ വണ്ടി ഇപ്പൊ 2 റൗണ്ട് കഴിഞ്ഞു. ഓരോ ഡിപ്പോയിൽ 20 വണ്ടി കഴിഞ്ഞു. അടുത്ത 10 വണ്ടി തുടങ്ങി കഴിഞ്ഞു, 30 വണ്ടി. ഇത് ചെയ്ത് കഴിയുമ്പോൾ കേരളത്തിൽ ഓടുന്ന ഓരോ ബസ്സിനും എന്ത് മൈലേജ് കിട്ടുന്നുണ്ട്, ഏത് ഡ്രൈവർ ഓടിക്കുമ്പോഴാണ് മൈലേജ് കുറയുന്നത് കൂടുന്നതെന്ന് കൃത്യമായി നമുക്കറിയാൻ കഴിയും. അപ്പോഴും ചില വേലകളുണ്ട്. അൻവർ സാദത്ത് പറഞ്ഞ വേലയുണ്ട്. ഞങ്ങളിത് കൊടുത്തപ്പോ ഒരു ഡിപ്പോയിൽ നിന്ന് 2-3 ഡിപ്പോയിലെ ഉദ്യോഗസ്ഥന്മാർ ഇരുന്ന് ഒരു വണ്ടിക്ക് 7 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ടെന്ന്. ലൈലൻഡ് കമ്പനിക്കാർ പോലും തലയിൽ കൈവച്ചു. അതെങ്ങനെയെന്ന് അവർക്ക് മനസ്സിലായില്ല, ഈ വണ്ടിക്ക് 7 കിലോമീറ്റർ കിട്ടുന്നുണ്ട്. സംഭവം മേലുദ്യോഗസ്ഥൻ ചോദിച്ചപ്പോൾ കുറിച്ചങ്ങ് കൊടുത്തു. പക്ഷെ 3 പേരും ഇപ്പൊ സർവീസിലില്ല, വീട്ടിലിരിക്കുകയാണ്, സസ്പെൻഡ് ചെയ്ത് 3 പേരും. നമ്മുടെ തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അൻവർ സാദത്ത് പറഞ്ഞ വളരെ ശരിയാണ്. അൻവർ സാദത്ത് മാത്രമല്ല, ഭരണകക്ഷിപ്പെട്ട MLA പോലും, മുകേഷ്, ചങ്ങനാശ്ശേരി MLA, മന്ത്രിയായ സജി ചെറിയാൻ, കായംകുളം MLA, ഇവരെല്ലാം സങ്കടം പറയാണ് KSRTCയിൽ പോകുന്ന ഫയൽ. അവരെല്ലാം MLA ഫണ്ടിൽ നിന്നും കോടികൾ ചെലവഴിച്ച് KSRTC ടെർമിനലുകൾ നിർമ്മിക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ അവർക്ക് അനുമാനം കൊടുക്കുന്നതിൽ വന്ന കാലതാമസം നമുക്ക് അക്ഷന്തമായ ഒരു ക്രമക്കേടായിട്ട് കാണണം. ആ താമസം ഇനി ഉണ്ടാവില്ല. ഒരു ഫയലും, ഗതാഗത വകുപ്പ് പ്രത്യേകമായ നിർദ്ദേശം വരെയാണ്, ഒരു ഫയലും 5 ദിവസത്തിൽ കൂടുതൽ ഒരു RTO പിടിച്ചു വെച്ചാൽ അയാളെ അവിടുന്ന് സ്ഥലം മാറ്റും. അതിന് യാതൊരു സംശയമുണ്ട്. 5 ദിവസം വിദ്യാഭ്യാസമുള്ള ഒരു ഉദ്യോഗസ്ഥന് ഒരു കാര്യം മനസ്സിലാക്കി അതിൽ ശരിയോ തെറ്റോ എന്ന് എഴുതാൻ 5 ദിവസം തന്നെ വേണ്ട, 1 മണിക്കൂർ പോലും വേണ്ട. പക്ഷേ 5 ദിവസം അനുവദിക്കുകയാണ്. ഇത് പണ്ട് ഞാൻ വനം വകുപ്പിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. 10 ദിവസമായിരുന്നു അവിടെ. അത് 5 ദിവസമായി കുറയ്ക്കുന്നതിന് മുമ്പ് ഞാൻ രാജിവെക്കേണ്ടി വന്നു. അപ്പോൾ ഇപ്രാവശ്യം അത് വേണ്ടെന്ന് വെച്ചാൽ ആദ്യമേ 5 ദിവസം എന്നങ്ങ് പിടിപ്പിച്ചു. അത്തരത്തിലുള്ള ആളുകൾ നമുക്ക് ജനങ്ങളോട് ചെയ്യുന്ന ദ്രോഹം. ഇതിപ്പോ MLA-യോടല്ല ദ്രോഹം ചെയ്യുന്നത്, കാലതാമസമാണ്. ഞാനിപ്പം ഒരു തീരുമാനം അവിടെ നിന്ന് പറയുകയായിരുന്നു. ഞങ്ങൾ തീരുമാനിച്ചു, ഈ KSRTCക്ക് സിവിൽ വിങ് ഇല്ല, അത് അവസാനിച്ചു. അവിടെ പ്രത്യേകിച്ച് ജോലിക്കാരൊന്നുമില്ല, അവിടെ കോൺട്രാക്റ്റിൽ ആളെ വെച്ചിരിക്കുകയാണ്. KSRTCയുടെ ചീഫ് എഞ്ചിനീയർ ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം KSRTCയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറും കൂടിയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, അദ്ദേഹം ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. അതാണ് എന്റെ തമാശ. ഞാനപ്പോൾ ചന്ദ്രബാബുവിനോട് ചോദിച്ചു, ചന്ദ്രബാബുവാണ് ചീഫ് എഞ്ചിനീയർ അല്ലേ, അപ്പൊ 1 ചട്ടി സിമെന്റിന് എത്ര മണ്ണ് വേണം പൂശാരെന്ന് ചോദിച്ചു. സാറേ എനിക്കറിയത്തില്ല, അങ്ങനെ ഒരു സിവിൽ ഡിപ്പാർട്ട്മെന്റ് ഇനിയില്ല. ഞാൻ ബഹുമാനായ PWD മന്ത്രിയുമായി സംസാരിച്ചു. ഇനി KSRTCയിലെ എല്ലാ സിവിൽ വർക്കുകളും PWDയുടെ ബിൽഡിംഗ്സ് വിഭാഗം ചെയ്യും എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ചോർച്ചകൾ ഇനിയില്ല. കാരണം ഒരു കുഴപ്പം സംഭവിച്ചാൽ നമുക്ക് ബഹുമാനപ്പെട്ട PWD മന്ത്രിയോട് പരാതി പറയാം, അല്ലെങ്കിൽ ചീഫ് എഞ്ചിനീയറെ ഒന്ന് വിളിക്കാം, അല്ലെങ്കിൽ സൂപ്പർ എഞ്ചിനീയറെ ഒന്ന് വിളിക്കാം. ഇത് ആരും ചൊല്ലുവിളിയില്ല. അവനവൻ ആവശ്യമില്ലാത്ത പണിക്ക് പോകരുത് എന്നാണ് എന്റെ വിശ്വാസം. നിങ്ങൾ ചോദിക്കും, സിനിമ അഭിനയിച്ച് ഞാൻ രാഷ്ട്രീയത്തിൽ, ഈ 2 പണി എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ 10-21 കൊല്ലം കഴിഞ്ഞ് രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത് എന്നാലോചിക്കുന്നത്. അപ്പോ സിനിമയിലും ഉണ്ട്. അപ്പൊ അറിയാത്ത പണിക്ക് KSRTC പോകുന്നില്ല. ഇനി കൃത്യമായി വണ്ടി ഓടിക്കുക എന്നുള്ളതാണ്. KSRTC വലിയ പ്രതിസന്ധിയിലാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഒക്ടോബർ മാസം ആകുമ്പോഴേക്കും 15 വർഷം കഴിഞ്ഞ് മുഴുവൻ വണ്ടികളും സ്ക്രാപ്പ് ചെയ്യാമെന്നാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശം. നിയമമാണ്, അത് പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ്. ഏതാണ്ട് 1200 ബസ്സുകൾ KSRTC സ്ക്രാപ്പ് ചെയ്യേണ്ടി വരും. വിക്കിയല്ല, പൊടിച്ചു കളയണമെന്നാണ്. ഇപ്പൊ തന്നെ നമ്മുടെ 83ഓളം വണ്ടികൾ ഇനി രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്ത, ഈ നിയമത്തിന്റെ പേര് രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്ത 80 വണ്ടി ഡോക്കിൽ കിടക്കുകയാണ്. ഓരോരോ സാങ്കേതിക കാരണങ്ങൾ. എല്ലാ വണ്ടിയിലും GPS പിടിപ്പിക്കണം എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് നിയമം. നമുക്കറിയാം, ടാക്സികളൊക്കെ പിടിപ്പിച്ചിരുന്നു.
അപ്പൊ അത് പിടിപ്പിക്കുമ്പോൾ അത് വർക്ക് ചെയ്യുന്നില്ല. അത് വർക്ക് ചെയ്യാത്തതുകൊണ്ട് 80 വണ്ടി പണി തീർന്ന് KSRTCയുടെ വർക്ക്ഷോപ്പിൽ കിടപ്പുണ്ട്. രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ഈ മെഷീൻ വർക്ക് ചെയ്യുന്നില്ല. പണ്ടപ്പോൾ വാങ്ങിച്ചു വെച്ചതാ. അവര് വില പേശുക. കാരണം നമ്മൾ കൊണ്ടുവന്ന് അവരുടെ ലക്ഷത്തിൽ തല വെച്ചു കൊടുക്കുക എന്ന് പറയുന്നത് നമുക്ക് KSRTC കൊണ്ട് വെച്ചിരിക്കുക. ഈ 80 വണ്ടി റോഡിൽ ഇറങ്ങിയാൽ ലക്ഷക്കണക്കിന്റെ ഒരു ദിവസം നമുക്ക് വരും. പക്ഷെ 80 വണ്ടി ഷെഡിൽ കിടക്കുകയാണ്. അതിനൊരു പരിഹാരമില്ല. ഉടൻ തന്നെ 80 വണ്ടി ഈ GPS കമ്പനിക്കാർ വന്നില്ലെങ്കിൽ പുതിയ GPS വാങ്ങിച്ചു വെച്ചിട്ട് ഈ 80 വണ്ടി റോഡിൽ ഇറക്കും. കാരണം വണ്ടികൾക്ക് വലിയ ഷോർട്ടേജാണ്. ഈ ഓടുന്നതിൽ പല വണ്ടികളും 15 വർഷം അടുത്ത വർഷം കാണാൻ പറ്റാത്ത വണ്ടികളാണ് ഈ പോകുന്നത്. നമ്മളത് ഒരു തരത്തിലും പരസ്യത്തിൽ നമുക്ക് കിട്ടേണ്ട പൈസ നേരെ കിട്ടുന്നില്ല. പുതിയ അതിനൊന്നും എന്റെ കാരണം എന്താണെന്ന് ഈ പറഞ്ഞ ഒരു കെടുകാര്യസ്ഥതയുണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ. എനിക്കെന്താ വേണം, 1-ാം തീയതി ശമ്പളം കിട്ടിയപ്പോൾ ആ ചിന്താഗതി. കഴിഞ്ഞ ദിവസം സജി ചെറിയാൻ പറഞ്ഞപ്പോൾ അതിനെ വിമർശനമായി കണ്ട സത്യമാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് ശമ്പളം കിട്ടിയാൽ അത് നടക്കണ്ട, അതിനി പറ്റില്ല. KSRTC മോട്ടോർ വെഹിക്കിൾ ആ പരിപാടിയുള്ള ആളുകൾ ലീവ് എടുത്തു പോകുന്നതായിരിക്കും നല്ലത്. കുറച്ച് ദിവസം കഴിഞ്ഞ് വന്നാൽ മതി, കുറെ നാൾ കഴിഞ്ഞൊരു പോയിട്ട് വരും. കാരണം ആ പരിപാടി ഇനി ഇവിടെ നടക്കില്ല. പരസ്യം ഒരു ഉദ്യോഗസ്ഥനോട് ചോദിച്ചാണ്, തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ ബസ് സ്റ്റേഷനിലും പരസ്യം വയ്ക്കാൻ വേണ്ടി ടെൻഡർ ചെയ്തു. ടെൻഡർ എടുത്തു, പൈസ അടക്കാൻ അവർ വന്നിട്ടുണ്ട്. സാറേ, ഒരു ബസ് സ്റ്റാൻഡിൽ 10 ബോർഡേ വെക്കാവുള്ളൂ എന്ന് പറയട്ടെ. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ കൊടുത്ത പരസ്യത്തിൽ 10 ബോർഡേ വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതില്ല സാറേ. ഞാൻ പറഞ്ഞ അത് നമ്മളൊരു മോശപ്പെട്ട നാട്ടിൽ പറയുന്ന ഒരു വളരെ മോശമായ ഭാഷയാണ് അതിൽ ഉപയോഗിക്കുന്നത്. അങ്ങനെ പറയാം. ഒരു വ്യവസ്ഥയിൽ ഒരാൾ എഗ്രിമെന്റ് ഇടാൻ വരുമ്പോൾ പുതിയൊരു വ്യവസ്ഥ കയറ്റിയാൽ എങ്ങനെ ഇരിക്കും? ഞാൻ പറഞ്ഞ അത് വേണ്ട, തൽക്കാലം അവരോട് നിങ്ങൾ പറഞ്ഞത് ബോർഡ് വയ്ക്കാൻ സ്ഥലം കൊടുക്കാന്ന് പറഞ്ഞു. എന്നിട്ട് ഈ ആൾ തന്നെ പറയുന്നുണ്ട്, സാറേ 10 ബോർഡ് പോലും പല സ്ഥലത്തും വെക്കാനൊക്കത്തില്ല, എന്നിട്ടാണ് പറയുന്ന 10 വെക്കാവുന്നു. അപ്പൊ ഒരാൾ ഇതിനകത്ത് വന്ന് ചാടിയാൽ അവന്റെ ചോര കുടിക്കുക എന്നുള്ളതാണ്. ഇത് നമ്മൾ ചെയ്ത് അൻവർ സാദത്ത് പറഞ്ഞത് ശരിയാണ്. 100% ജീവനക്കാരും കുഴപ്പക്കാരല്ല. ഒരു 10% ആളുടെ കയ്യിൽ വേലയുണ്ട്. ആ വേലയാണ് ജനങ്ങൾ കാണുന്നത്. ഞാൻ മന്ത്രിയായി വന്നപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞ ദീർഘമായ ഒരു ചർച്ചയിൽ വകുപ്പുമായി ബന്ധപ്പെട്ട അദ്ദേഹം പറഞ്ഞത്, KSRTC ജീവനക്കാർക്ക് എത്രയും വേഗം ഒരുമിച്ച് ശമ്പളം കൊടുക്കാനുള്ള നടപടികൾ, എന്തെങ്കിലും ആശയങ്ങൾ ഗണേഷ് കുമാർ ഉണ്ടാക്കി കൊണ്ടുവരണം എന്നാണ് അദ്ദേഹത്തോട് നിർദ്ദേശിച്ചത്. അതിനുള്ള ആശയം വർക്കൗട്ട് ആവുന്നുണ്ട്. വലിയ താമസമില്ല. നിങ്ങൾക്ക് ഒറ്റയടിക്ക് ശമ്പളം തരാനുള്ള പദ്ധതി നിങ്ങളൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചോളുക. ഞാനൊരു ദൈവവിശ്വാസിയായിട്ടാണ്. നടക്കാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നുണ്ട്. ജീവനക്കാരുടെ പ്രശ്നങ്ങൾ, പെൻഷൻ ഇല്ല, ഇവർ സൂക്ഷിച്ച കറക്റ്റാണ്. പെൻഷൻ ഇതെല്ലാം കേന്ദ്ര ഗവൺമെന്റ് റിസർവ് ബാങ്ക് പലിശ വർദ്ധിപ്പിച്ചു. കാരണം പെൻഷൻ ആരാണ് തന്നിരുന്നത്? കഴിഞ്ഞ 7.5 വർഷമായി പെൻഷൻ കൊടുക്കുന്നത് കേരള സംസ്ഥാന സർക്കാരാണ്. അപ്പൊ എങ്ങനെയാണ് കൊടുക്കുന്നത്? കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഒരു കൺസോർഷ്യത്തിൽ നിന്ന് പണം എടുത്ത് പെൻഷൻ കൊടുക്കുക. 10 മാസം 12 മാസം ആകുമ്പോൾ അതിന്റെ പലിശ സഹിതം KSRTC ഗവൺമെന്റ് ഖജനാവിൽ നിന്ന് ഈ ബാങ്കിന് അടച്ചു കൊടുക്കുകയാണ് കഴിഞ്ഞ 7.5 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള സർക്കാർ. പക്ഷേ എന്ത് സംഭവിച്ചു? ബാങ്ക് പലിശ കൂട്ടണം എന്ന് കേന്ദ്രത്തിൽ നിർദ്ദേശം വന്നിരിക്കും. അങ്ങനെ വന്നപ്പോൾ 7.5% കിട്ടിയുന്നത് ഇനിയിപ്പം 10.5% പലിശ കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു ചർച്ച നടക്കുകയാണ്. കാരണം അതുകൊണ്ടാണ് ഈ പെൻഷൻ കിട്ടാത്തത്. അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്കിൽ തരും, പക്ഷേ 10.5% പലിശ KSRTCയിൽ നിന്ന് ഗവൺമെന്റിൽ നിന്ന് വാങ്ങണം. അപ്പൊ 10 മാസം വരെ കൊടുക്കുമ്പോൾ എത്ര രൂപയുടെ വ്യത്യാസമാണ് വരുന്നത്? അതുകൊണ്ട് തിങ്കളാഴ്ച കഴിഞ്ഞിട്ട് ധനകാര്യമന്ത്രിയും ഞാനും സഹകരണ മന്ത്രിയും കൂടി ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. അവിടെ വെച്ച് ഇതിലൊരു തീരുമാനം ഞങ്ങൾ ഉണ്ടാക്കിയാൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പെൻഷൻ കിട്ടും എന്ന സന്തോഷ വാർത്തയും ഞാൻ അറിയാം. എല്ലാം പരിഹരിക്കും. കാരണം KSRTC ഇഷ്യൂ മാത്രമേ ഉള്ളൂ, ഇഷ്യൂസ് മാത്രമേ ഉള്ളൂ. അതിവിടെ KSRTC ജീവനക്കാർക്ക് അറിയാം, പ്രശ്നങ്ങളേ ഉള്ളൂ. ഓരോരോ പ്രശ്നമായിട്ട് പരിഹരിക്കാൻ പോകും. കുറഞ്ഞ സമയം കൊണ്ട് അത് അസാധ്യമാണ്. പക്ഷേ KSRTC എന്ന പുസ്തകത്തെ, കുത്തഴിഞ്ഞു കിടക്കുന്ന പുസ്തകത്തെ കുത്തിക്കെട്ടുക എന്നുള്ള ജോലി മാത്രമേ എന്നെ കൊണ്ട് പറ്റത്തുള്ളൂ. വേറെ ഇത് ലാഭത്തിലും ആവാൻ പോകുന്നില്ല, അത് പറയുന്നില്ല. പക്ഷേ ഇത് ഒന്ന് ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരും. ഗണേഷ് കുമാർ മന്ത്രി സാർ എന്ന് പോയാലും, മറ്റൊരു MD മാറിപ്പോയാലും, മറ്റൊരു ഉദ്യോഗസ്ഥൻ മാറിപ്പോയാലും, വേറൊരു സർക്കാർ വന്നാലും, വേറൊരു മന്ത്രി വന്നാലും ഒരു മാറ്റവും വരുത്താത്ത വിധത്തിൽ KSRTCയെ ഒരു പ്രത്യേക കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ബഹുമാനായ മുഖ്യമന്ത്രി എനിക്ക് അതിന് അനുവാദം തന്നിട്ടുണ്ട്. KSRTC ഇനി എല്ലാ ഓപ്പറേഷൻസും ഒരു വിരൽ തുമ്പിൽ വരും. വേർ ഈസ് മൈ ട്രെയിൻ എന്ന് ചോദിക്കുന്ന വേർ ഈസ് മൈ KSRTC അടക്കമുള്ള ആപ്പുകൾ പുറത്തു കൊടുത്തുണ്ടാക്കുകയല്ല, KSRTCക്ക് അകത്ത് തന്നെ ഉണ്ടാക്കുക. ജീവനക്കാർ മനസ്സിലാക്കണം, പുറത്തു കൊടുത്തുണ്ടാക്കിയാൽ ഈ ഒരു സോഫ്റ്റ്വെയറിന് ചിലപ്പോൾ 3 കോടി രൂപ ചെലവാകും. പക്ഷെ അകത്തുണ്ടാക്കുമ്പോൾ അതിന്റെ GST ലാഭിക്കാം. 18% GST ലാഭിച്ചാൽ എത്ര ലക്ഷം രൂപ ലാഭിച്ചെന്നാണ്. പുറത്തു കൊടുത്താൽ ഇതിന്റെ സോഴ്സ് കോഡ് വെച്ചിട്ട് ഈ കൊടുക്കുന്ന ആള് നമ്മളെ വില പേശും. 5 കൊല്ലം കഴിയുമ്പോൾ ഇതിനൊരു അപ്ഡേഷൻ വേണം, വിളിച്ച ആള് വരില്ല.
വിളിച്ച ആൾ വരില്ല. ഈ GPS കാര്യം ഇവിടെ ടാക്സി ഡ്രൈവർമാർക്ക് അറിയാം, വണ്ടിയിലെല്ലാം GPS വെച്ചിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശിച്ച 10 കമ്പനികളിൽ വാങ്ങിക്കാൻ പറ്റുള്ളൂ. ആ 10 കമ്പനികളിൽ എത്ര കമ്പനി ഇന്ന് നിലവിലുണ്ടെന്ന് നിങ്ങൾ അന്വേഷിക്കണം. കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ കൊടുത്ത 10 കമ്പനിയുടെ സാധനങ്ങളാണ് ഈ ടാക്സികളിൽ മുഴുവൻ വെച്ചിരിക്കുന്നത്. ടാക്സി ഡ്രൈവേഴ്സിന്റെ നിവേദനം എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ പരിശോധിച്ചപ്പോൾ ഇതിലൊരു 6-7 കമ്പനിയെ കാണാനേ ഇല്ല, ഭൂമുഖത്തില്ല ഈ 6-7 കമ്പനി. പക്ഷെ ഇത് സർവീസുകൾ കൊടുക്കുകയും ഇതിനെ ചാലുവാക്കി കൊടുക്കുകയും ചെയ്തില്ലെങ്കിൽ RTO അവരുടെ ടെസ്റ്റ് നടത്തത്തില്ല. അങ്ങനെ ഈ ടാക്സി ഡ്രൈവർമാർ മുഴുവൻ വെട്ടിൽ വീണിട്ടുണ്ട്. നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ, വീണ് കിടക്കുകയാണ്. ഇനി അത് പരിഹരിക്കണം. കാരണം അത് ഇല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല നിയമത്തിൽ. ഈ സാധനം ഉണ്ടാക്കിയവരെയും കാണാനില്ല, സർവീസ് കൊടുക്കാന്ന് പറഞ്ഞവരെയും കാണുന്നില്ല. ഇതിനിടയിൽ ഇവിടെ ഏജന്റന്മാർ ഒന്നിച്ച് ഇത് ശരിയാക്കി തരാൻ പറഞ്ഞ് പൈസ അടിക്കുക. ഏജന്റന്മാരെല്ലാം ചൂണ്ടിച്ചാണ് RTO ഓഫീസിനകത്ത് ക്യാമറ വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഏജന്റ് ഉദ്യോഗസ്ഥന്റെ അടുത്ത് നിൽക്കുന്ന കണ്ടാൽ ഏജന്റിനെ ഒന്നും ചെയ്യത്തില്ല, ഉദ്യോഗസ്ഥനെ അപ്പൊ തന്നെ സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ക്യാമറ അങ്ങ് തിരുവനന്തപുരത്ത് ഇരിപ്പുണ്ട്, ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഓഫീസ്. ഇവിടെ ഒരു വീഡിയോ കണ്ടു, മലപ്പുറത്തും കണ്ട ഒരു ഓഫീസിൽ ഓഫീസറുടെ മേശപ്പുറത്ത് ഒരാൾ ചാരി നിന്നുകൊണ്ട് ഫയൽ എടുത്ത് പരിശോധിക്കണം. ഇനി മേലിൽ ഒരു ഏജന്റും കൗണ്ടറിനകത്തേക്ക് കയറ്റാൻ പാടില്ല. കയറ്റിയാൽ വേറെ കുഴപ്പമൊന്നുമില്ല, ഏജന്റിനെ ഒന്നും ചെയ്യത്തില്ല, പക്ഷെ ഉദ്യോഗസ്ഥരെ ഞങ്ങൾ പുറത്താക്കും. മലപ്പുറത്ത് നടക്കുന്ന എന്താണ്, നമ്മളെ മാധ്യമങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. കോടിക്കണക്കിന് രൂപയാണ് അടയ്ക്കാത്ത നികുതി, ജനങ്ങൾ അടച്ച നികുതി മാറ്റിയിട്ട് നികുതി അടയ്ക്കാത്തവന് നികുതി അടച്ചു എന്ന് രസീത് എഴുതി കൊടുത്തുകൊണ്ട് സർക്കാരിന് കോടികൾ നഷ്ടപ്പെട്ടു. 4 ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തു. ഒരു ഓഫീസ്, തിരൂർ ഓഫീസിൽ ഇരിക്കുന്ന മുഴുവൻ സ്റ്റാഫിനെയും അടിപടലെ മാറ്റി. ഇതൊരു പ്രധാന വാർത്തയാണ്, നിങ്ങളാരും അറിയുന്നില്ല. കോടിക്കണക്കിന് രൂപ സർക്കാരിന് കിട്ടേണ്ട പൈസ കിട്ടാതെ കിട്ടി എന്ന് രസീത് കൊടുത്തിരിക്കുകയാണ്. എന്തൊരു ചതിയാണ്. ഒരു രാജ്യത്തോട് ചെയ്യുന്ന ദുഷ്ടതരമല്ലേ. ഏറ്റവും കൂടുതൽ വരുമാനം സംസ്ഥാന സർക്കാരിന് ഉണ്ടാക്കി കൊടുക്കുന്ന ഗതാഗത വകുപ്പാണ്. പിന്നെ നിങ്ങൾ കണ്ടു ബഡ്ജറ്റിൽ ശ്രീ ബാലഗോപാൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ അദ്ദേഹം പറയുന്നത് ടൂറിസ്റ്റ് ബസ്സുകളുടെ ടാക്സ് കുറച്ചു കൊടുക്കുന്നു എന്ന് പറയുന്നു. ടൂറിസ്റ്റ് ബസ്സുകളെ പ്രോത്സാഹിപ്പിക്കാൻ മാത്രമല്ല, ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കാൻ മാത്രമല്ല, സർക്കാരിന്റെ വരുമാനം വർദ്ധിക്കും എന്നാണ്. കാരണം നാഗാലാൻഡിൽ പോയിട്ടാണ് വണ്ടിയെല്ലാം രജിസ്റ്റർ ചെയ്തത്. നാഷണൽ പെർമിറ്റ് വണ്ടികളെല്ലാം ആലുവയിലുള്ള ആളുടെയും തിരുവനന്തപുരത്തുള്ള ആളിന്റെയും കൊട്ടാരക്കരയിലും പത്തനാപുരത്തുള്ള ആളുടെയും വണ്ടി നാഗാലാൻഡിലാണ് രജിസ്റ്റർ ചെയ്യുന്നത്. നാഗാലാൻഡിൽ അവരുടെ ബന്ധുക്കൾ പോലും ഇല്ല, പോയിട്ട് പോലും ഇല്ല. എന്താണെന്നില്ല, ടാക്സ് അടിക്കാൻ വേണ്ടിയിട്ടാണ്. പണ്ട് പോണ്ടിച്ചേരി കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്യുമെന്ന് പറയുന്നവരൊക്കെ നാഗാലാൻഡിൽ കൊണ്ടുപോയാണ്. കാരണം നമ്മുടെ ടാക്സ് 6 ലക്ഷം രൂപയായിരുന്നു ഒരു വർഷം ഒരു വണ്ടി. അത് വളരെ തമിഴ്നാടിനേക്കാൾ കർണാടകത്തെക്കാൾ കുറച്ചു വെച്ചിരിക്കുകയാണ് സർക്കാർ. കുറച്ചു. എന്തിനെന്നാൽ 38 വണ്ടി മാത്രമാണ് കേരളത്തിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്, നാഷണൽ പെർമിറ്റ് വണ്ടി. പക്ഷേ ഇത് കുറച്ചത് കൊണ്ട് 100 കണക്കിന് വണ്ടികൾ, തമിഴ്നാട് വണ്ടികളും കർണാടക വണ്ടികളും വരെ ഇനി കേരളത്തിൽ രജിസ്റ്റർ ചെയ്യും എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. തീർച്ചയായിട്ടും വരുമാനത്തിൽ കോടികളുടെ വർധനവ് നമ്മൾ പ്രതീക്ഷിക്കും. അതുകൊണ്ടാണ്, അല്ല ചുമ്മാ കുറച്ചതൊന്നും അല്ല. എന്താ ഇവർക്ക് കുറച്ചു കൊടുത്തത്? ഞാൻ ലോറിക്കാർ കൂടെ കുറയ്ക്കണമെന്ന് പറഞ്ഞാൽ അത് മന്ത്രി വിട്ടുപോയി. ലോറിയുടെ ടാക്സും കുറയ്ക്കണം. കാരണം ലോറിയും നാഗാലാൻഡിൽ പോവുകയാണ്. നാഷണൽ ഗവൺമെന്റ് ലോറിയെല്ലാം നാഗാലാൻഡിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഹിമാചൽ, നാഗാലാൻഡുള്ള സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. നമ്മൾ ഇവിടെ തന്നെ രജിസ്റ്റർ ചെയ്യണം, നികുതി നമുക്ക് കിട്ടണം എന്ന നിലയിൽ നമ്മൾ അത് ശ്രദ്ധിക്കണം. അതൊക്കെ ഇതിന്റെ ഒരു, കാരണം സർക്കാരിന് കിട്ടുന്നത്. അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ്, KSRTC മാത്രം മന്ത്രിയല്ല ട്രാൻസ്പോർട്ട് മന്ത്രി, പ്രൈവറ്റ് ബസ്സുകളിലെയും മന്ത്രിയാണ്. കേരളത്തിൽ കൂടുതൽ പ്രൈവറ്റ് ബസ്സുകൾ വേണം. 2001 ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ കേരളത്തിൽ 32,000 പ്രൈവറ്റ് ബസ് ഉണ്ടായിരുന്നു. 2001, 2002 കാലഘട്ടത്തിൽ. 2006 ആവുമ്പോഴേക്കും ഇത് 38,000 40,000 അടുത്തേക്ക് വന്നു പ്രൈവറ്റ് ബസ്സുകളുടെ എണ്ണം. ഇന്ന് അത് 7,000 താഴെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എവിടെ വന്നു വായിക്കണം, എത്ര പേർക്ക് തൊഴിൽ പോയി, എത്ര ലിറ്റർ ഡീസൽ അടിക്കുന്നത് അതിന്റെ നികുതി നമ്മുടെ സംസ്ഥാനത്ത് നഷ്ടപ്പെട്ടു, എത്ര റോഡ് ടാക്സ് നമുക്ക് നഷ്ടപ്പെട്ടു. ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. അതെല്ലാം നഷ്ടപ്പെട്ടു നമുക്ക്. എന്തുകൊണ്ട് വന്നു? 2 കാരണങ്ങളേ ഉള്ളൂ. പ്രൈവറ്റ് ബസ്സുകാരും തമ്മിലുള്ള മത്സരം. പ്രൈവറ്റ് ബസ്സുകാരന്റെ തലയ്ക്കൽ KSRTC ഓടി, മത്സരിച്ചോടി. KSRTCയും തുലഞ്ഞു, പ്രൈവറ്റ് ബസ്സും തുലഞ്ഞു. രണ്ടും തുലഞ്ഞില്ലേ? സത്യമല്ലേ പറഞ്ഞ? ഞാൻ പറയുന്നത് കറക്റ്റ് അല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കും. മുമ്പിലും പുറകിലുമായിട്ട് ഒരു പ്രൈവറ്റ് വാഹനം പുറകെ പോകുന്നു, KSRTC മുമ്പിൽ കയറുന്നു, പുറകെ കയറുന്നു. ഈ മത്സരങ്ങൾ ഒരു വാശിയോടെ മത്സരിച്ച് എല്ലാവരും തോറ്റു. ആ യുദ്ധത്തിൽ, ആ പരീക്ഷയിൽ എല്ലാവരും തോറ്റു. ഈ വാശിയുള്ള മത്സരം. ഒരു വശം KSRTC ദീർഘദൂര സർവീസുകൾ അടക്കം നാഷണലൈസ് റൂട്ടുകളിൽ KSRTCയുടെ CAT യൂണിയൻ അനേക വർഷം കേസ് കൊടുത്തിട്ടാണ് കോട്ടയം കുമളി റൂട്ട് നമുക്ക് കിട്ടിയത്. ഇപ്പൊ ട്രാൻസ്പോർട്ടിന്റെ പൊതുഗതാഗതത്തോട് താല്പര്യമുള്ളവർ ഇവരെല്ലാവരും കൂടി ഇരുന്ന് ചർച്ച ചെയ്തിട്ട് ഇത് ഫൈനലൈസ് ചെയ്യും. പക്ഷെ ഫൈനലൈസ് ചെയ്യുമ്പോൾ ഈ ഉടമസ്ഥനായി എടുക്കുന്ന ആളിന് ദാരിദ്ര്യം വരരുത്. 25 ലക്ഷം രൂപ ലോൺ കിട്ടുന്ന ഒരു ചെറുപ്പക്കാരന് സ്വന്തമായി ഒരു ബസ് സർവീസ് തുടങ്ങാൻ കഴിയും. അവിടെ 3 ബസ്സേ പാടുള്ളൂ എന്ന് കമ്മിറ്റി തീരുമാനിച്ച് നോട്ടിഫിക്കേഷനിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ, ഗസറ്റ് പബ്ലിഷിംഗ് ഇത് വന്നു കഴിഞ്ഞാൽ അത് 4ാമതൊരു ബസ് അവിടെ പ്രവേശിക്കാൻ പറ്റത്തില്ല. അപ്പം ഇവന്റെ ബിസിനസ് തകരൂല.
ഒരു വണ്ടി എടുക്കുന്ന ഒരു ചെറുപ്പക്കാരൻ 25 ലക്ഷം രൂപ കൊടുത്ത് ഒരു 24 ലക്ഷം രൂപ 21 ലക്ഷം രൂപ ഒരു ചെറിയ വണ്ടി വാങ്ങി, വലിയ വണ്ടിയല്ല ചെറിയ വണ്ടി വാങ്ങി സ്വന്തമായി ഓടിച്ച് ഭാര്യയെ കണ്ടക്ടറാക്കിയോ സുഹൃത്തിനെ കണ്ടക്ടറാക്കിയോ അല്ലെങ്കിൽ കണ്ടക്ടറെയും ഡ്രൈവറെയും ജോലി ഒരുമിച്ച് ചെയ്തുകൊണ്ട് ഓടിച്ചാൽ ഏറ്റവും നല്ല ഒരു നിക്ഷേപമായി മാറും. അതിലൂടെ സർക്കാരിന് നികുതി വരും, തൊഴിലവസരം വരും, സർക്കാരിന് ഡീസൽ ഒരു 50 ലിറ്ററെങ്കിലും ഒരു ദിവസം അടിക്കും, ഡീസലിന്റെ ടാക്സ്. അതുകൊണ്ട് കേരളത്തിൽ മുഴുവൻ മുക്കിൽ മൂലയിൽ പ്രത്യേകിച്ച് കിഴക്കൻ മലയോര മേഖലകളിൽ ഇടുക്കി ജില്ലയിൽ അതുപോലെ കണ്ണൂര് പ്രൈവറ്റ് ബസ്സുകളാണ്. പിന്നെ വയനാട് ഈ പ്രദേശങ്ങളിലൊക്കെ ഈ ബുദ്ധിമുട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ പോലും ഉണ്ട് ഈ ബുദ്ധിമുട്ട്. അത് പരിഹരിക്കാൻ വളരെ ജനകീയമായി തന്നെ ഒരു ഗ്രാമസഭകൾ പോലെ കൂടി തീരുമാനമെടുത്തുകൊണ്ട് ഈ എടുക്കുന്ന ആളിന് നഷ്ടവും വരരുത്, എന്നാൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുകയും ചെയ്യണം. അല്ലാതെ നഷ്ടത്തിലോടുന്ന ഒരു വഴി കാണിച്ചു കൊടുത്ത് നീ ഓടിച്ചോളാൻ പറഞ്ഞാൽ അവരെടുക്കൂല, വേണമെങ്കിൽ എടുത്താൽ മതി. പക്ഷെ തോന്നുന്നിടത്ത് വന്ന് പ്രൈവറ്റ് ബസ്സുകാർക്ക് ഇനി പ്രൈവറ്റ് ബസ്സിന് അപേക്ഷിക്കാൻ പറ്റൂല എന്ന നിലവിൽ ഒരാളെ തലക്കിലോടുക അതൊക്കെ അങ്ങ് നിൽക്കും. മത്സരം ഒഴിവാകും. പക്ഷേ വരുമാനവും യാത്രയുടെ സമയവും നിശ്ചയിക്കും. അവർക്ക് യാത്രാ സമയം നിശ്ചയിക്കും, എണ്ണവും നിശ്ചയിക്കും. ഈ റൂട്ടിൽ ആ പർട്ടിക്കുലർ റൂട്ട് വിൽപ്പനയ്ക്ക് വയ്ക്കും. സർക്കാരിന് വീണ്ടും ഖജനാവിൽ പൈസ വരെയാണ്. വിൽപ്പനയ്ക്ക് വെക്കുമ്പോൾ അവിടെ രണ്ടുപേരും ഒരേ റൂട്ടിന് അപേക്ഷിച്ചാൽ ലേലം വരും. അതിലൂടെ സർക്കാരിന് വരുമാനം കിട്ടും. ഈ റൂട്ടുകളെല്ലാം കൊടുക്കുമ്പോൾ നികുതി, ഡീസലിന്റെ പൈസ, തൊഴിലവസരങ്ങൾ, ജനങ്ങൾക്ക് ഗ്രാമപ്രദേശങ്ങളിലും ഉൾപ്രദേശങ്ങളിലും വണ്ടി. ഇതാണ് ഈ റൂട്ട് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന റൂട്ട് ഫോർമേഷൻ എന്ന് പറയുന്നത്. റൂട്ട് ഫോർമുലേറ്റ് ചെയ്യണം. അതിനുള്ള ആദ്യഘട്ട ഒരുക്കം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള മുഴുവൻ ജില്ലകളിലെയും പരിശോധിച്ച റൂട്ട് എഴുതി തന്നിട്ടുണ്ട്. ഇനി അത് ജനകീയ സദസ്സുകളിലേക്ക് വയ്ക്കും. MLA-മാരുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് മെമ്പർമാരുമായിട്ടും പൊതുപ്രവർത്തകരുമായിട്ടും എല്ലാം ചർച്ച ചെയ്തുകൊണ്ട് ഇത് ഫൈനലൈസ് ചെയ്ത് സർക്കാർ ഉത്തരവ് ഇറങ്ങി കഴിയുമ്പോൾ അത് മാത്രം ആ റൂട്ടിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ. അപ്പൊ എല്ലാ വഴികളും ഏതാണ് ഞാനതിൽ 10,000 റൂട്ട് കണ്ടെത്തുന്നതിൽ 1000 റൂട്ട് പോകും എന്ന് ഞാൻ പറയുന്നില്ല. ആദ്യഘട്ടത്തിൽ 40% പോകും. 40% എടുക്കാൻ ആൾ വരും. ബാക്കി 60% ഇത് ലാഭമാണെന്ന് കാണുമ്പോൾ താനേ വരും. എങ്ങനെ പോയാലും ഈ റൂട്ടുകൾ കണ്ടുപിടിക്കുന്നതിൽ 80% റൂട്ടുകളിലും 4-5 വർഷം കൊണ്ട് വണ്ടികൾ എത്തും എന്നതിൽ സംശയമില്ല. നമ്മുടെ നാട്ടിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിപ്പിക്കണം, നിക്ഷേപകരുണ്ടാകണം, അതുപോലെ തന്നെ നികുതി വരുമാനം വർദ്ധിക്കണം. സ്വകാര്യ നിക്ഷേപം വരിക എന്ന് പറയുന്ന ഒരു കുറച്ചിലായി കാണരുത്. നമ്മൾ ഈ നികുതി പണം കൊണ്ടാണ് ഈ വ്യാപാരികൾ നൽകുന്ന ടാക്സ്, കമ്പനികൾ നൽകുന്ന ടാക്സ്, തൊഴിൽ കരങ്ങൾ, ഇതാണ് പഞ്ചായത്തിനെ ചലിപ്പിക്കുന്നത്, ഖജനാവിനെ ചലിപ്പിക്കുന്നത്. സാധനം വാങ്ങുന്ന പൈസയൊക്കെ ഇപ്പം GSTക്ക് കൊണ്ടുപോകണം, തിരിച്ചും തരുന്നില്ല, നമുക്ക് അർഹതപ്പെട്ടതും തരുന്നില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, സാധാരണക്കാരായ ജനങ്ങൾ ഈ വ്യാപാരികൾ നൽകുന്ന നികുതിയാണ് നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥർ വാങ്ങുന്നത്. നമ്മൾ വീടിന് കൊടുക്കുന്ന കരമാണ്, ഭൂമിക്ക് കൊടുക്കുന്ന കരമാണ് നമ്മൾ ശമ്പളം വാങ്ങുന്നത്. അപ്പൊ നമ്മളൊരു പ്രതിബദ്ധത കാണിക്കണം. കാരണം പ്രൈവറ്റ് നിക്ഷേപം, സ്വകാര്യ നിക്ഷേപം എന്ന് പറയുന്നത് ഒരു കുറച്ചിലായി ആരും കാണണ്ട. സ്വകാര്യ നിക്ഷേപം വന്നാലേ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കിട്ടുകയുള്ളൂ ഇനിയുള്ള കാലത്ത് എന്ന് മനസ്സിലാക്കണം. സ്വകാര്യ ബസ്സുകൾ വരണം. അതുകൊണ്ടാണ് ട്രാൻസ്പോർട്ട് രംഗത്ത് KSRTCക്ക് ഒരു ദോഷവും വരത്തില്ല. KSRTCക്ക് പുതിയ വണ്ടികൾ വാങ്ങും. ബഹുമാനപ്പെട്ട ധനമന്ത്രി 91 കോടിയാണ് മാറ്റി വെച്ചേക്കുന്നത്. മൈലേജ് കൂടുതൽ കിട്ടുന്ന പുതിയ ഗംഭീരമായ വണ്ടികൾ വരും. ചെറിയ പ്രദേശങ്ങളിൽ പോകാൻ പറ്റിയ ചെറിയ വണ്ടികൾ വരും. എല്ലാ MLA-മാരും ഇപ്പൊ ചെറിയ വണ്ടിയാണ് ചോദിക്കുന്നത്. നമുക്ക് ലാഭമാണ്. ഈ വലിയ ബസ് 4 പേരെയും കൊണ്ടുപോകുന്നതിനേക്കാൾ നല്ലത് ആ ചെറിയ ബസ് 10 പേരെയും കൊണ്ടുപോയാൽ നിറഞ്ഞു പോകും. അതുകൊണ്ട് ചെറിയ ബസ്സുകളിലേക്ക് പോകും. അതോടൊപ്പം തന്നെ ഈ 1.5 കോടി 2 കോടിയുടെ AC വണ്ടി മാറ്റിക്കൊണ്ട് ചെലവ് കുറഞ്ഞ എയർ കണ്ടീഷൻ വണ്ടി, തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട് വെക്കുന്ന വണ്ടികളെല്ലാം നല്ല കളക്ഷനാണ്. എല്ലാ തിരുവനന്തപുരം കോഴിക്കോട് ഓടുന്ന സർവ്വ ബസ്സും എയർ കണ്ടീഷൻ ആകാൻ പോകും. അപ്പൊ ഈ റൂട്ടിൽ കൂടെ എല്ലാം എയർ കണ്ടീഷൻ ബസ്സായിരിക്കും ദീർഘദൂരം പോകുന്നതല്ല. അത് ഇപ്പോഴത്തെ 1.5 കോടി 2 കോടിയുടെ വണ്ടി വാങ്ങുന്നില്ല. അതിനേക്കാൾ കമ്പനികളോട് ഇപ്പോൾ നമ്മൾ ട്രയൽ ചോദിച്ചാണ്. എല്ലാ കമ്പനികളും ട്രയൽ കൊണ്ടുവരും. അതൊരു വിദഗ്ധ സമിതി പരിശോധിച്ച ശേഷം ഏത് കമ്പനിയുടെ ഏതൊക്കെ വണ്ടികൾ വാങ്ങണമെന്ന് അവർ തരുന്ന ശുപാർശ അനുസരിച്ചായിരിക്കും ഇനി KSRTC വണ്ടി വാങ്ങുക. അതിന്റെ ഡ്യൂറബിലിറ്റി, അതിന്റെ ഫ്യൂവൽ എഫിഷ്യൻസി, അതിന്റെ ആഫ്റ്റർ സെയിൽ സർവീസ് എല്ലാം നോക്കിയിട്ടായിരിക്കും വാങ്ങുക. വളരെ മനോഹരമായ വാഹനങ്ങൾ റോഡിൽ വരും. KSRTC ജീവനക്കാർക്ക് പണിയില്ലാതാവില്ല. KSRTC ജീവനക്കാർക്ക് ജോലി ഉണ്ടാകും, ശമ്പളം ഉണ്ടാകും, എല്ലാം ഉണ്ടാകും. അതിന് ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഒരുമിച്ച് നിൽക്കുക. നിങ്ങളുടെ ജോലി നിങ്ങൾ കൃത്യമായി ചെയ്യും. ഞാൻ അവരെ കുറ്റം പറയില്ല. പലപ്പോഴും KSRTC ജീവനക്കാർ രാവിലെ മുതൽ മുഷിഞ്ഞ്, ഞാൻ ഇന്ന് മാതൃഭൂമിയുടെ കാ ഫെസ്റ്റിവലിൽ പങ്കെടുത്ത് പറഞ്ഞ രേഖ ആവർത്തിക്കുകയാണ്. കാരണം KSRTC ജീവനക്കാർ രാവിലെ എണീക്കുന്നു, 4 മണിക്ക് മുമ്പേ എണീക്കുന്നു. അവർ കഷ്ടപ്പെടുന്നു. സ്റ്റേ അടക്കാൻ പോകുന്നിടത്ത് കടത്തുണേ കിടക്കണം. ഇനി അത് കിടക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. കാരണം സ്റ്റേ അടക്കാൻ പോകുന്നിടത്ത്
ഡ്രൈവർക്കും കണ്ടക്ടറും പഞ്ചായത്ത് അല്ലെങ്കിൽ റെസിഡൻസ് അസോസിയേഷൻ കിടക്കാൻ നല്ല കട്ടിലും മെത്തയും ഫാനും നല്ല ടോയ്ലറ്റും കൊടുത്താൽ അവിടെ സ്റ്റേ ബസ് ഉണ്ടാവും, അല്ലെങ്കിൽ ആ ബസ് ഉണ്ടാവില്ല. രാത്രി ഇവിടുന്ന് ആളെയും കൊണ്ട് പോവുകയും നഷ്ടത്തിൽ തിരിച്ചു വരികയും ചെയ്യുന്ന ബസ്സുകൾ നമുക്ക് നഷ്ടമാണ്. അതുകൊണ്ട് പഞ്ചായത്ത് അവിടെ നമുക്ക് തരൂ. പിന്നെ തിരുവനന്തപുരത്ത് ഞങ്ങളുടെ സ്റ്റേ ബസ്സിന് പകർത്തങ്കോട് സ്ഥലം നൽകുന്നത് ശാന്തിഗി ആശ്രമത്തിലാണ്. 6-7 ഡ്രൈവർമാരെ ക്രൂവിന് കിടക്കാനാണ് സൗകര്യം ചെയ്തിരിക്കുന്നത്. ഇപ്പം പിന്നെ കരുനാഗപ്പള്ളി മുൻ MLA രാമേന്ദ്രൻ MLA-യുടെയും അദ്ദേഹത്തിന്റെയും പിന്നെ മഹേഷിന്റെയും ഫണ്ട് ഉപയോഗിച്ച് ഇപ്പോൾ ഒരു ബസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തു. ഞാൻ മന്ത്രിയാവുന്ന ശേഷം അന്ന് നമ്മളും എടുക്കല്ല കേട്ടോ, നമ്മളല്ല, മുൻ മന്ത്രിക്ക് തന്നെയാണ്, അദ്ദേഹം തന്നെയാണ് ഇതെല്ലാം ചെയ്തത്. ആന്റണി രാജു തന്നെയാണ് ഇതെല്ലാം ചെയ്തത്. ഇതും അത് തന്നെ, അദ്ദേഹം തന്നെയാണ് സഹായിച്ചത്. ഞാനിപ്പോ പുതിയ ആളാണ്, നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നുള്ളതേ ഉള്ളൂ. സാധാരണ ഞാൻ MLA-മാരെ അങ്ങനെ ചെയ്യാനാണ് ഞാൻ എങ്ങോട്ടും പോകാറില്ല ഒരു പരിപാടിക്ക്. അപ്പം അൻവർ എൻ്റെ ഒരു അനിയനാണ്, കണ്ട കാലം മുതൽ ചേട്ടാന്നാ വിളിക്കുന്നത്, ഇപ്പോഴും ചേട്ടാന്ന് വിളിക്കും. ചില ആളുകൾ അങ്ങനെയല്ല, ആദ്യം ചേട്ടാന്ന് വിളിക്കും, പിന്നെ എന്ന് വിളിക്കും, പിന്നെ നിങ്ങളെന്ന് വിളിക്കും. അങ്ങനെയുള്ള ആളുകൾ അൻവറിന്റെ സുഹൃത്തുക്കളുണ്ട്. അൻവറിന്റെ പ്രസംഗത്തിന് ആളുടെ പേര് പറഞ്ഞു. എടാന്ന് വിളിക്കാതിരുന്നാൽ ഭാഗ്യം. ആദ്യം ചേട്ടാന്നാ വിളിച്ചോണ്ടിരുന്നത്, പിന്നെ നിങ്ങള് എന്നായി, പിന്നെ എന്താണ് എന്നൊക്കെ ആയി, എന്നൊക്കെ ആയി. ഇനി അടുത്ത എടാന്ന് വിളിക്കാതിരുന്ന ഭാഗ്യം എന്ന ദിവസം ഞാൻ അയാളോട് തന്നെ പറഞ്ഞു. ആ ആളിനെ കുറിച്ച് അൻവറിന്റെ പ്രസംഗത്തിലുള്ളത് ഉണ്ടായിരുന്നു, ആളാരാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അൻവർ അങ്ങനെയല്ല, ചേട്ടാന്ന് വിളിച്ച ആളെ ചേട്ടാന്ന് വരെ മരണം വരെ വിളിക്കണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ പലരും പറയാറുണ്ട്, എന്നെ സാറേന്ന് വിളി, ഞാൻ എന്നെ ചേട്ടാന്ന് വിളിച്ചോ, ഞാനൊരു സാധാരണക്കാരനാണ് എന്ന് ചിന്തിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അൻവറിനോട് എനിക്ക് പ്രത്യേകമായ സ്നേഹമുണ്ട്. എന്നല്ല, എല്ലാ ചെറുപ്പക്കാരും, ഒരു ജനപ്രതിനിധി, അത് പഞ്ചായത്ത് മെമ്പറാണെങ്കിൽ പോലും, പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിലും എല്ലാവരും ജനങ്ങളുടെ പ്രതിനിധികളാണ്. അവർക്കൊരു ബഹുമാനം നൽകേണ്ടത് തന്നെയാണ്. അവരെ ജനങ്ങൾ തിരഞ്ഞെടുത്തവരാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ട് എല്ലാ MLA-മാരുടെയും ഇത്തരം പരാതികളെല്ലാം ഞാൻ പരിഹരിച്ച് മുന്നോട്ട് പോകും. ഇപ്പോ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്നെ കണ്ടു, പറവൂര് ഭാഗത്തുള്ള ചേലക്കരയാണ്. ആ പ്രസിഡന്റ്, ജില്ലാ പ്രസിഡന്റ്, പഞ്ചായത്ത് മെമ്പറും കൂടി എന്നെ കണ്ടിരുന്നു. അവർക്ക് ഒരു 2.5 സെന്റ് സ്ഥലം ഒരു ചേന്നമാലത്ത് ഒരു KSRTC സ്ഥലത്ത് പിന്നെ ഒരു വിശ്രമ കേന്ദ്രം ജില്ലാ പഞ്ചായത്തിൽ നിർമ്മിക്കാൻ വേണ്ടി അനുവാദം വേണമെന്ന് പറഞ്ഞാൽ അവർ വന്നത്. അവർ വന്നപ്പോൾ ഉദ്യോഗസ്ഥന്മാർ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല, തിങ്കളാഴ്ച ആട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ തന്നെ ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു, തിങ്കളാഴ്ച തന്നെ ചെന്നിട്ട് അനുവാദം കൊടുത്ത് അവരെ വാടക നിശ്ചയിച്ച് എഗ്രിമെന്റ് വയ്ക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതൊന്നും താമസം പാടില്ല. അവര് 30 കഴിയുമ്പോൾ മാർച്ച് 31 ഈ പൈസ ലാപ്സായി പോകും. നമ്മുടെ നാട്ടിലെ ടൂറിസവുമായി ബന്ധപ്പെട്ട് കിട്ടേണ്ട ഒരു നല്ല സൗകര്യം ജില്ലാ പഞ്ചായത്ത് കൊടുക്കുമ്പോൾ അതിനിടയിൽ കയറി നിൽക്കാൻ നമുക്ക് യാതൊരു അർഹതയില്ല. ഞാൻ അനുവാദം കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞു. തിങ്കളാഴ്ച അനുവാദം കൊടുത്ത് അവരെ എഗ്രിമെന്റ് വിളിച്ചു വരുത്തി എഗ്രിമെന്റ് ഒപ്പിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞു. ഇതിലൊന്നും ഒരു താമസം വരാൻ പാടില്ല. ഇതൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അതുപോലെ ദീർഘിപ്പിക്കുന്നില്ല, പെനിച്ചേട്ടനൊക്കെ പ്രസംഗിക്കാനുണ്ട്. ഞാൻ ഒരു കാര്യം കൂടി, അൻവർ പറഞ്ഞ കാര്യം, പെൻഷൻ കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ പെൻഷൻ പറ്റിയവരുടെ പെൻഷൻ ആനുകൂല്യം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ട് ഒരു പ്രയോറിറ്റി ലിസ്റ്റ് സമർപ്പിച്ചിട്ടുണ്ട്. ആദ്യം പെൻഷൻ പറ്റിയവർക്ക് ആദ്യം എന്ന നിലയിൽ കൊടുത്തിട്ടുണ്ട്. അത് വരുന്നതോടുകൂടി അത് കിട്ടും. ജീവനക്കാർക്ക് ഇവിടെ നല്ല ഒരു ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു ഡോർമെറ്ററി ആക്കി മാറ്റി സ്ത്രീകൾക്കും, സ്ത്രീ ജീവനക്കാർക്കും പുരുഷ ജീവനക്കാർക്കും ഉള്ള ഡോർമെറ്ററി ആക്കി മാറ്റുകയും കുറച്ച് ഫർണിച്ചർ ഏതെങ്കിലും ഒരു പദ്ധതി വെച്ച് ഡബിൾ ഡെക്കർ കട്ടിൽ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം അവർക്കത് കിടക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. അതോടൊപ്പം നിങ്ങൾ ആലുവയൊക്കെയാണ്, ഒരുപാട് വലിയ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. ഒരു സ്പോൺസർഷിപ്പ് വാങ്ങിച്ച് 2 AC കൂടെ അതിനകത്ത് വാങ്ങിച്ച് വെച്ചു കൊടുക്കണം എന്ന് സ്നേഹത്തോടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം യാത്ര കഴിഞ്ഞ് വരുന്ന ഡ്രൈവർമാരും കണ്ടക്ടർമാരും ഒക്കെ സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങിയാലേ അപകടമില്ലാതെ ഒരു യാത്ര ഉണ്ടാവും. തിരുവനന്തപുരത്ത് ഞങ്ങൾ ഇത് ഒരുക്കുന്നുണ്ട്. ഇപ്പൊ പല കമ്പനികളും ഞാൻ പ്രഖ്യാപിച്ചതിന് ശേഷം ടോയ്ലറ്റുകൾ നിർമ്മിക്കാൻ വലിയ വലിയ കമ്പനികൾ അവരെ CSR ഫണ്ടുമായിട്ട് വന്നിട്ടുണ്ട്. അവർ നിർമ്മിക്കണം. പക്ഷെ 5 വർഷത്തെ ഇങ്ങനെ കഴിവലും തുടക്കലൊക്കെ അവർ തന്നെ നോക്കണം എന്നുള്ളതാണ്. വന്നാൽ അപ്പം തന്നെ സ്ഥലം കൊടുക്കും. ഒരു ലേഡീസ് വെയിറ്റിംഗ് റൂം ഉണ്ടാക്കുന്നുണ്ട്, ഗ്ലാസ് ഇട്ടിട്ടുള്ള, അതും സ്പോൺസർഷിപ്പാണ്. പരസ്യത്തോടു കൂടി ഏത് കമ്പനിക്ക്, ഇപ്പൊ പല കമ്പനികളും എന്നെ സമീപിച്ചിട്ടുണ്ട്. ഫുൾ ഗ്ലാസ് ആണ്, അകത്ത് സ്ത്രീകൾക്ക് ഇനി വിശ്രമിക്കാനുള്ള സൗകര്യമുണ്ട്. ഒരു ഗൂഗിൾ പേ ചെയ്തിട്ട് 10-15 രൂപ ചെയ്ത് അകത്ത് കയറിയിരുന്നാൽ സുഖമായിട്ട് എയർ കണ്ടീഷനിൽ വിശ്രമിക്കാം. സുരക്ഷിതമായിരിക്കണം. ഗ്ലാസ് ആയതുകൊണ്ട് സ്ത്രീകൾ രാത്രിയാണെങ്കിലും സുരക്ഷിതരാണ്. പിന്നെ അതിന്റെ ഒരു ഭാഗത്തായി ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനുള്ള ഒരു മുറിയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അതും ഒരുക്കിയിട്ടുള്ള ഡിസൈൻ തയ്യാറായിട്ടുണ്ട്. ആ ഡിസൈൻ 2 ദിവസം പബ്ലിഷ് ചെയ്യും. അത് പബ്ലിഷ് ചെയ്യുന്നതോടുകൂടി ഒരുപാട് ആളുകൾ, ഒരുപാട് കമ്പനികൾ, ബാങ്കുകൾ എല്ലാം രംഗത്ത് വരും. അതുപോലെ തന്നെ പിന്നെ അൻവർ സാദത്ത് പറഞ്ഞ ഒരു വിഷയമാണ് ലൈസൻസിന്റെ കാര്യമാണ്. അതെ, ഓക്കെ.
ലൈസൻസും RC ബുക്കും അദ്ദേഹം പറഞ്ഞു. അത് എല്ലാവരും മനസ്സിലാക്കണം, കൊടുക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതിന് സാമ്പത്തികം കൊടുത്തില്ല എന്നൊരു പരാതി പറയുന്നുണ്ടെങ്കിലും ആ സാമ്പത്തികം മാത്രമല്ല അതിന്റെ പ്രശ്നം. ഇത്തരം കാര്യങ്ങൾ മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ദേശീയ തലത്തിൽ ചില ഫോക്കസുകൾ പ്രവർത്തിക്കുന്നു. അവർക്ക് ഈ ലൈസൻസ് കൊടുപ്പ് എങ്ങനെയെങ്കിലും പൊളിക്കണം എന്നുള്ളതാണ് അവരുടെ തന്ത്രം. വലിയ 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 കമ്പനികൾ വടക്കേ ഇന്ത്യയിൽ നിന്ന് വരുന്നുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 2001 മുതൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും സുപ്രീം കോടതിയുമായി 7 or 8 കേസ് നടക്കുകയാണ്. എല്ലാ കാലത്തെയും സർക്കാരുകൾ കാർഡാക്കാൻ വേണ്ടി പരസ്യം ചെയ്യും, ഓർഡർ കൊടുക്കും. ഹൈക്കോടതി പോകുമ്പോൾ എന്തെങ്കിലും ന്യായം അവർ കണ്ടെത്തി കോടതിയെ കൊണ്ട് കളയും, ഉത്തരവ് ക്യാൻസൽ. എത്ര ഉത്തരവ് ക്യാൻസൽ ചെയ്യുമെന്ന് അറിയാം? 2001 മുതൽ ഇങ്ങോട്ട് എത്ര ഉത്തരവ് ക്യാൻസൽ ചെയ്തിരിക്കുന്നു. ഇപ്പൊ എല്ലാം അതിജീവിച്ചുകൊണ്ട് സർക്കാർ ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഇന്ത്യൻ ടെലിഫോൺസ് ഇൻഡസ്ട്രി എന്ന കമ്പനിക്കാണ് ഇതിന്റെ കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നത്. അവിടെ എങ്ങനെയെങ്കിലും അത് പൊളിക്കാനുള്ള പരിപാടിയായിട്ട് വന്നിരിക്കുകയാണ്, സാങ്കേതികമായ കാര്യങ്ങൾ പറഞ്ഞ്. പക്ഷെ അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു, ധനകാര്യമന്ത്രി ശ്രദ്ധയിൽ കൊണ്ടുവന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അതിനൊരു പരിഹാരം ഉണ്ടാകും. ഒരു 2 or 3 ആഴ്ചക്കുള്ളിൽ മുഴുവൻ RC ബുക്കുകളും അടിച്ച് തരാനുള്ള ഏർപ്പാടുണ്ടാക്കും. RC ബുക്ക് അടിച്ച് പോസ്റ്റിലാണ് അയച്ചുകൊണ്ടിരുന്നത്. അത് അഴിമതി നിർത്താനെന്നാണ് പറഞ്ഞത്. പക്ഷേ അതിന്റെ കുഴപ്പമെന്ന് വെച്ചാൽ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് പിന്നെ നമ്മൾ 6 കോടി രൂപ കൊടുക്കും. ഇത് മാത്രമല്ല, ഇപ്പൊ ഒരാൾക്ക് ആലുവയില് പിന്നെ മഞ്ചേശ്വരത്തുള്ള ഒരാളുടെ ലൈസൻസ് വരുന്നു വീട്ടിലേക്ക്. ആള് കയ്യിലുണ്ടെങ്കിലേ കൊടുക്കുള്ളൂ. കൊടുത്തില്ലെങ്കിൽ തിരിച്ച് റിട്ടേൺ അടിച്ചാൽ ഈ ലൈസൻസ് അടിക്കും മഞ്ചേശ്വരത്തുകാരൻ ആലുവയിൽ വന്ന് ഈ ലൈസൻസ് അടിക്കുന്ന കമ്പനിയിൽ നിന്ന് ഇത് വാങ്ങണം എന്ന വ്യവസ്ഥയാണ്. അതുകൊണ്ട് അവരെ കൊണ്ട് കൊറിയറിൽ എല്ലാം ആഴ്ചയിൽ 2-3 ദിവസം എല്ലാ RTO ഓഫീസുകളിൽ എത്തിച്ചു കൊടുത്ത് അവിടുന്ന് വ്യക്തി നേരിട്ട് വന്ന് വാങ്ങാൻ, അല്ലെങ്കിൽ വ്യക്തി നൽകുന്ന ആധാർ കാർഡുമായി ബ്ലഡ് റിലേഷനുള്ള ആളുകൾ, അല്ലാതെ ഏജന്റ് വന്നാൽ കൊടുക്കില്ല, തീരുമാനിച്ചിട്ടുണ്ട്. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന് ഒരു ടോൾ ഫ്രീ നമ്പർ വരും. നിങ്ങളെ പരാതികൾ അറിയിക്കാൻ വേണ്ടി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന് ഒരു ടോൾ ഫ്രീ, ആര് പണം ചോദിച്ചാലും ആര് അഴിമതിക്ക് ഒരുങ്ങിയാലും നിങ്ങൾക്ക് ആ ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കത്തക്കതിൽ ഒരു ടോൾ ഫ്രീ നമ്പറിനുള്ള ഏർപ്പാടുണ്ടാക്കുകയാണ്. നിങ്ങളുടെ പരാതികൾ ആ ഫോൺ വഴി റെക്കോർഡ് ചെയ്തിട്ട് ആക്ഷൻ വരും. അതിനുള്ള നടപടി തുടങ്ങിയിട്ടുണ്ട്. അന്വേഷണത്ത് പറഞ്ഞ ഈ കാർഡ് നിങ്ങൾക്ക് വലിയ താമസമില്ല, ഒരു 2 or 3 ആഴ്ചക്കുള്ളിൽ പരിഹരിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് പരിഹരിക്കും. ആ പ്രശ്നം പരിഹരിക്കാൻ മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുത്തിട്ടുണ്ട്. മാത്രമല്ല, ഹൈക്കോടതിയിൽ നിന്ന്, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നൊരു നിർദ്ദേശം വന്നത് 2 ആഴ്ചക്കുള്ളിൽ ഇക്കാര്യത്തിൽ ഒരു മറുപടി കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ വന്ന സമയത്ത് ഞാൻ പരിശോധിച്ചു. ഞാൻ ഈ ഇവിടെ എപ്പോഴും യാത്ര ചെയ്യുന്ന ആളും വണ്ടി ഓടിക്കുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയത്, നമ്മളെ ചാലക്കുടി കൊരട്ടി മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ ഈ ട്രാഫിക് ലൈറ്റുകളിൽ ഇങ്ങനെ വണ്ടികൾ ഇങ്ങനെ വെറുതെ കിടക്കുകയാണ്. ഞാൻ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഒരു പ്രത്യേക നിർദ്ദേശം കൊടുത്ത് 2 ദിവസം പെട്ടെന്ന് തന്നെ പരിശോധന നടത്തി. ആ പരിശോധന നടത്തിയപ്പോൾ ഞാൻ കണ്ട ഒരു യാഥാർത്ഥ്യം എല്ലാവരും മനസ്സിലാക്കണം. ഈ ലൈറ്റുകളെല്ലാം യാതൊരു ശാസ്ത്രീയമായ പഠനവും ഇല്ലാതെ കത്തുന്നത്. മെയിൻ റോഡിൽ 2 മിനിറ്റ് തരും, 5 വണ്ടി വരുന്ന സൈഡ് റോഡിൽ 2 മിനിറ്റ് ഓടും. അപ്പൊ മെയിൻ റോഡിലെ ഒരു വണ്ടി, വലിയൊരു ട്രെയിലർ ഗിയർ ഇട്ട് മാറി മുമ്പോട്ട് എടുക്കുമ്പോഴത്തേക്ക് ലൈറ്റ് പോയി കുറെ കിടക്കുന്നതാണ്. അത് പരിഹരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആലുവയിൽ വന്നു കഴിഞ്ഞാൽ, ആലുവയിലെ ഈ ജംഗ്ഷൻ കഴിഞ്ഞാൽ അങ്ങോട്ട് കടന്നാൽ പാലം കടന്നാൽ വീണ്ടും ഒരു ലൈറ്റ്, അത് കഴിഞ്ഞ് വീണ്ടും ഒരു ലൈറ്റ്. ഇതെല്ലാം ഒഴിവാക്കിയാണ് പുതിയ പ്രപ്പോസൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഈ ആഴ്ച തിരുവനന്തപുരത്തേക്ക് അയക്കും. ലൈറ്റുകൾ അണച്ചിട്ട് നേരിട്ട് പോകാനും, ഈ പാലം കഴിഞ്ഞ് ചെല്ലുന്നിടത്ത് ലൈറ്റ് ഇരിക്കുന്നിടത്ത് യു ടേൺ എടുക്കാനും, അതുപോലെ അടുത്ത ജംഗ്ഷൻ, ആ ജംഗ്ഷന്റെ പേരെന്താ, പറവൂർ കവല, അവിടെയും യു ടേൺ എടുക്കാനും, അല്ലാത്ത വണ്ടികൾക്ക് മുഴുവൻ, കാരണം എയർപോർട്ടിലേക്ക് പോകാൻ വരുന്നവരാണ്, അവരെ ഈ ലൈറ്റിൽ പിടിച്ചിടാൻ പറ്റില്ല. നേരെ പോകാനുള്ള സംവിധാനം ഉണ്ടാക്കും. ഹൈവേയുമായി സംസാരിച്ചിട്ടുണ്ട്, ഹൈവേ അതോറിറ്റിയുമായി സംസാരിച്ച് അടിയന്തരമായ നടപടി എടുക്കും. ഒരു പ്ലാൻ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് തന്നെ കാണിച്ചു, ഞാനത് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അവരെ തിരുവനന്തപുരത്തേക്ക് റിപ്പോർട്ട് വരും. വന്നാലാണ് തന്നെ അണിയിക്കും. ഈ കുരുക്ക് അടിക്കും. ഈ പാലത്തിനപ്പുറത്തുള്ള കുരുക്കഴിക്കും. നെടുമ്പാശ്ശേരി വരെയുള്ള കുരുക്കുകൾ, അങ്കമാലിയിലെ കുരുക്കഴിക്കുന്ന പരിപാടി നോക്കുന്നുണ്ട്. ചാലക്കുടി മുതൽ ഇങ്ങോട്ട് വരുന്ന എല്ലാ ലൈറ്റുകളുടെയും ടൈമർ മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട്. ടൈമിംഗ് മാറ്റിക്കൊണ്ട് മെയിൻ റോഡിൽ കൂടുതൽ സമയം കൊടുക്കും. അപ്പൊ വണ്ടികൾ വേഗം ഈ പോകും. ഈ ഹൈവേയുടെ പ്രയോജനമില്ലാതെ പോവുകയാണ്. അതിന് അടിയന്തര സ്റ്റഡി നടത്തി കഴിഞ്ഞു. അടിയന്തരമായ നടപടി ഉടൻ വരും. ഹൈവേ അതോറിറ്റിക്കാരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ഇലക്ട്രോൺകാരാണ് ചെയ്തിരിക്കുന്നത്. അവരെ കൊണ്ട് ഈ ടൈമിംഗ് മാറ്റാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ആ ടൈമിംഗ് മാറ്റുന്നതോടെ വണ്ടികൾ നന്നായി ഫ്ലോ ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. ദീർഘമായി ഇനി പറയുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ചോദിച്ച എല്ലാ ചോദ്യവും, നിയമസഭയിലാണ് സാധാരണ MLA-മാരെ ചോദ്യം ചോദിക്കുന്നത്, മന്ത്രി മറുപടി പറയുന്നത്. അൻവർ ഇവിടെ വെച്ച് തന്നെ അൻവർ സാഹത്ത് ചോദിച്ചു, എല്ലാത്തിനും ഞാൻ ഉത്തരം പറഞ്ഞു. ഇനി ബെന്നിച്ചേട്ടനൊക്കെ സംസാരിക്കാൻ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാ ബസ്സും കയറിയില്ലെങ്കിലും ഒന്നര വിട്ടുള്ള ബസ്സെങ്കിലും കയറാനുള്ള ഒരു ഏർപ്പാട് നമുക്ക് നോക്കാം. കാരണം എല്ലാ ബസ്സും കയറാതെ ഈ കയറി ഇറങ്ങി പോകുമ്പോൾ അതിനൊക്കെ ആളെയും കിട്ടുന്നില്ല, ഡീസലും പോവുകയാണ്. അതുകൊണ്ടായിരിക്കും അവർ ചെയ്തത്. ബൈപ്പാസ് റൈഡർ എന്നുള്ള
നിലയിൽ അങ്ങ് പോകുന്നതാണ്. അപ്പൊ ഞാനത് പരിശോധിച്ചിട്ട് ഇവിടെ വെച്ച് പ്രഖ്യാപിക്കാൻ ഇപ്പോൾ ഒരു ഒന്നും പ്രഖ്യാപിക്കാൻ പറ്റിയ ഒരു കണ്ടീഷൻ അല്ല KSRTC അതിന്റെ മന്ത്രി. അതുകൊണ്ട് തീർച്ചയായിട്ടും പരിശോധിച്ചിട്ട് അതിന് പരിഹാരം ഉണ്ടാക്കും. അത്യാവശ്യം വണ്ടികൾ കയറത്തക്ക രീതിയിൽ ഒരു പീക്ക് അവേഴ്സിലൊക്കെ കയറത്തക്ക രീതിയിലുള്ള സംവിധാനം ഈ കുരുക്കാണ്. കാരണം ഇവിടുന്ന് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ 2-3 കുരുക്കുണ്ട്. രാത്രി നോക്കാം. തീർച്ചയായിട്ടും രാത്രി പോകുന്ന വണ്ടികൾ വരാനുള്ള ഏർപ്പാടാണ്. കാരണം എവിടെ ആള് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ ഇറക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജീവനക്കാർക്ക് എന്റെ സ്നേഹം നിറഞ്ഞൊരു കത്ത് ഏതാനും ദിവസങ്ങൾക്കകം കിട്ടും.